ഹായ് ഓൾ, കോമ്പറ്റേറ്റീവ് ക്രാക്കറിലേക്ക് സ്വാഗതം. CC ഓണം നല്ലോണം പഠിച്ചോണം. അപ്പോൾ നമുക്കറിയാം നമ്മളുടെ UGC നെറ്റിന് നമ്മളെല്ലാവരും കാത്തിരുന്ന പ്രൊവിഷണൽ ആൻസർ കീ ഇന്നലെ, അതായത് ഈ കഴിഞ്ഞ ഞായറാഴ്ച വന്നു. അപ്പോൾ നമ്മളെല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പ്രൊവിഷണൽ ആൻസർ കീ ആണ് വന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മാർക്ക് ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പറിനോട് സഹിതം നിങ്ങൾ മാർക്ക് ചെയ്ത ആൻസേഴ്സും പ്രൊവിഷണൽ ആൻസർ കീയും കൂടെ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ചാലഞ്ച് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചാലഞ്ച് ചെയ്യാൻ പറ്റിയ ഒരു അവസരമാണ് നമ്മളുടെ ഫ്രണ്ടിൽ ഇപ്പോൾ ഉള്ളത്. 18-ാം തീയതി വൈകിട്ട് മുമ്പ് നിങ്ങളത് ചാലഞ്ച് ചെയ്തിരിക്കണം. അങ്ങനെ ചാലഞ്ച് ചെയ്യാൻ പറ്റിയ ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളത് തീർച്ചയായിട്ടും ചാലഞ്ച് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ആയിട്ടാണ്. എങ്ങനെയാണ് നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻസ് ചാലഞ്ച് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പം നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻസ് തെറ്റാണ്, അതായത് പ്രൊവിഷണൽ ആൻസർ കൊടുത്തിരിക്കുന്ന ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ തെറ്റാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും വൈരുദ്ധ്യമുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ, നിങ്ങൾ കൊടുത്തിരിക്കുന്ന ആൻസറാണ് ശരിയെന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് അത് ചാലഞ്ച് ചെയ്യാൻ പറ്റിയൊരു അവസരമാണ്. അപ്പോൾ എങ്ങനെയാണ് ചാലഞ്ച് ചെയ്യുന്നത് എന്നുള്ളൊരു ട്യൂട്ടോറിയൽ വീഡിയോ ആയിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ അതിലേക്ക് പോവാം. അപ്പോൾ സാധാരണ നമ്മളിപ്പോൾ ഗൂഗിളിൽ UGC നെറ്റ് എന്ന് അടിച്ചു കൊടുത്താൽ തന്നെ, അല്ലെങ്കിൽ UGCnet.nta.nic.in ഇതാണ് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സാധാരണ ഗൂഗിൾ UGC നെറ്റ് എന്ന് അടിച്ചു കൊടുത്താൽ മതി, നിങ്ങൾക്ക് UGC നെറ്റിൻ്റെ പേജിലേക്ക് പോകാൻ സാധിക്കും. അതിനുശേഷം നിങ്ങൾക്ക് കുറച്ച് പബ്ലിക് നോട്ടീസ് കാണാൻ സാധിക്കും. ഓക്കെ, ഈ നോട്ടീസിലല്ല, താഴെയാണ് നമുക്ക് പോകേണ്ടത്. ഇവിടെ കാൻഡിഡേറ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. കാൻഡിഡേറ്റ് ആക്ടിവിറ്റിയുടെ അടിയിൽ നിങ്ങളുടെ കാണാൻ സാധിക്കും ചാലഞ്ച് ഓഫ് പ്രൊവിഷണൽ ആൻസർ കീസ് ഫോർ UGC നെറ്റ്. ചാലഞ്ച് ഓഫ് പ്രൊവിഷണൽ ആൻസർ കീസ് ഫോർ UGC നെറ്റ്. ഈ ഒരു ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഒരു ആക്റ്റീവ് ആയിട്ടുള്ള ഒരു സെഷൻ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ സാധിക്കാത്തത്. ഓക്കെ, അപ്പോൾ ഇനി അതിനുശേഷം നമ്മൾ ആപ്ലിക്കേഷൻ നമ്പർ അടിച്ചു കൊടുക്കുക. ഇപ്പം ഞാനിവിടെ ഒരു സാമ്പിളായിട്ട് എൻ്റെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ഞാനിവിടെ അടിച്ചു കൊടുക്കാൻ പോവുകയാണ്. ഓക്കെ, അതിനുശേഷം നിങ്ങൾ കൃത്യമായിട്ട് ആപ്ലിക്കേഷൻ നമ്പർ അടിക്കണം. ആപ്ലിക്കേഷൻ നമ്പർ നിങ്ങളുടെ UGCയുടെ അഡ്മിറ്റ് കാർഡിൽ അവൈലബിൾ ആണ്, അല്ലെങ്കിൽ അവിടെ അവൈലബിൾ ആണ്. നിങ്ങൾ രജിസ്റ്റർ ചെയ്ത സമയത്ത് UGC നിങ്ങൾക്ക് ഒരു മെയിൽ അയച്ചിട്ടുണ്ടാവും. നിങ്ങളുടെ മെയിൽ ഐ ഡിയിൽ നിന്ന് ലഭ്യമാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ മൊബൈൽ നമ്പറിലേക്കും അവർ നിങ്ങളുടെ ആൻസർ കീസ് അയച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ അത് നോക്കി പോവുക. ഓക്കെ, അതിനുശേഷം ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും അടിച്ച ശേഷം നിങ്ങൾ ക്യാപ്ച അടിച്ചു കൊടുക്കുക. ഓക്കെ, ക്യാപ്ച അടിച്ചു കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് ആ ലോഗിനിലേക്ക് കൃത്യമായിട്ട് ആ ക്യാപ്ച നിങ്ങൾ അടിച്ചു കൊടുക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആ ലോഗിനിലേക്ക് കയറാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ അതിനുശേഷം നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് കിട്ടുന്നതാണ്. നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ കാണാൻ സാധിക്കും. ഡൗൺലോഡ് കൺഫർമേഷൻ പേജ്. ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് ഞാൻ എക്കണോമിക്സിൻ്റെ ഒരു ചാലഞ്ചാണ് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത്. ഒരു എക്സാമ്പിൾ മാത്രമാണിത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഇവിടെ അടിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് വ്യൂ ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ ആൻസർ കീ ചാലഞ്ച് ചെയ്യണമെങ്കിൽ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, വ്യൂ ആൻഡ് ചാലഞ്ച് ആൻസർ കീ. ക്ലിക്ക് ടു വ്യൂ ആൻഡ് ചാലഞ്ച് ആൻസർ കീ. ഇവിടെയാണ് നിങ്ങളുടെ ആൻസർ കീ വന്ന് കിടക്കുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങളുടെ പേരും ഡീറ്റെയിൽസും ഒക്കെ ഉണ്ടാവും. ഇവിടെ നിങ്ങളുടെ എക്സാം ഏതാണ്. ഇപ്പോൾ എക്കണോമിക്സ് ആണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്, ഇവിടെ എക്കണോമിക്സ് ആണ് വന്നിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ഐഡിയും കറക്റ്റ് ഓപ്ഷൻസും നിങ്ങളുടെ ഓപ്ഷൻസ് ക്ലെയിംഡും, ഇത്രയും ഓപ്ഷൻസ് ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ ഐ ഡി, കറക്റ്റ് ഓപ്ഷൻസ് ആൻഡ് ഓപ്ഷൻസ് ക്ലെയിം. ഇവിടെ ക്വസ്റ്റ്യൻ ഐ ഡി എന്ന് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് 1 തൊട്ട് 150 വരെ ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ആ ഓർഡറിലല്ല കിടക്കുന്നത്. നിങ്ങൾ ക്വസ്റ്റ്യൻ ഐ ഡി, നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്യുമ്പം അതിൻ്റെ ഒരു കോർണറിലായിട്ട് ക്വസ്റ്റ്യൻ ഐ ഡിയും ഇതേപോലെ ഓപ്ഷൻസിനും ഒരു ID കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ആ ക്വസ്റ്റ്യൻ ഐ ഡിയും നിങ്ങൾ ഓപ്ഷൻ ഐ ഡിയും കൂടെ നോക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ആൻസേഴ്സ് കറക്റ്റ് ആണോ അത് തെറ്റാണോ എന്ന് ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ ഇവിടെ ക്വസ്റ്റ്യൻ ഐ ഡി ഉണ്ടാവും. ഇവിടെ നിങ്ങൾക്ക് എന്തുണ്ടാവും, ഇവിടെ കറക്റ്റ് ഓപ്ഷൻ ഏതാണ്. അപ്പോൾ ഇതിനകത്ത് നിന്ന് 76878132990 76878132903 ഈ ഓപ്ഷനാണ് ഇവിടെ കറക്റ്റ് ആക്കി കൊടുത്തിരിക്കുന്നത്. അതേപോലെ ഈ ഓപ്ഷനാണ് കറക്റ്റ്. അതേപോലെ ഓരോ ക്വസ്റ്റ്യൻസിനും ഓരോ ക്വസ്റ്റ്യൻ ഐ ഡി ഉണ്ട്, ഓരോ ഓപ്ഷൻസിനും ഐ ഡി ഉണ്ട്. ആ ഏത് ഓപ്ഷനാണ് ശരിയെന്നുള്ളതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് കുറച്ച് ഇൻവിസിബിൾ ആയിട്ട് ഇവിടെ കാണാൻ സാധിക്കും. ഓക്കെ, ഇപ്പൊ സപ്പോസ് നിങ്ങൾക്ക് ഞാൻ റാൻഡം ആയിട്ട് ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് കാണിച്ചു തരികയാണ്. ഇപ്പൊ സപ്പോസ് നിങ്ങൾക്ക് ഈ ഒരു നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ഐ ഡി 8447 എന്നൊരു ക്വസ്റ്റ്യൻ ഐ ഡി ചെക്ക് ചെയ്യുക. അത് എത്രാമത്തെ ക്വസ്റ്റ്യൻ നമ്പർ ആണെന്നുള്ളത് നിങ്ങൾക്ക് എന്താണ് ആ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ 18447 768 781 8447
എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾ ഏതാണെന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇവിടെ കൊടുത്തിരിക്കുന്നത് 7687813291 എന്നാണ്. ഓക്കെ, 32912 എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് തോന്നുകയാണ് 32912 അല്ല 32909 ആണ് അതിൻ്റെ ആൻസർ. നിങ്ങൾ കൊടുത്തിരിക്കുന്ന ആൻസർ 32909 ആണ്, പക്ഷെ പ്രൊവിഷണൽ ആൻസർ കീ വന്നിരിക്കുന്നത് 912 എന്നാണ്. നിങ്ങൾക്ക് പ്രൊവിഷണൽ ആൻസർ കീ വന്നിരിക്കുന്നത് തെറ്റാണെന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ, നിങ്ങൾ ചെയ്ത മാർക്ക് ചെയ്ത ആൻസർ ആണ് നിങ്ങൾക്ക് ശരിയാണെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ചാലഞ്ചിന് പോകാം. ഓക്കെ, അതേപോലെ ഞാൻ വേറൊരു ക്വസ്റ്റിന് ചുമ്മാ ഒരു എക്സാമ്പിൾ ആയിട്ട് കൊടുക്കുകയാണ്. 18450 ഈ ക്വസ്റ്റിന്റെ ആൻസർ 32921 ആണ്. നിങ്ങൾക്ക് 32922 ആണെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ക്ലിക്ക് ചെയ്യാം. ഇത് ജസ്റ്റ് എക്സാമ്പിൾസ് മാത്രമാണ് നിങ്ങളെ ഒന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യുക, നിങ്ങൾക്ക് കുറേ സ്ക്രോൾ ചെയ്യാനുണ്ട്. കുറച്ചൊരു ഹാസിലാണ് മൊത്തം നോക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പം നമ്മളിത് സ്ക്രോൾ ചെയ്ത് ഏറ്റവും താഴത്തെ ഇതെല്ലാം 150 ക്വസ്റ്റ്യനും ചെയ്തതിന് ശേഷം ഏറ്റവും താഴെ നിങ്ങൾക്ക് ഇവിടെ ഇത് സേവ് ചെയ്യാനും സബ്മിറ്റ് ചെയ്യാനുമുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ഞാൻ ഇത് വരുമ്പോഴേക്കും നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഓരോ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ചാലഞ്ച് ചെയ്യാനായിട്ട് നിങ്ങൾ സൂക്ഷിച്ച് മാത്രം ചാലഞ്ച് ചെയ്യുക. ഓക്കെ, ഇപ്പം ഞാൻ ഈ ക്വസ്റ്റ്യനും കൂടെ ഒന്ന് ചാലഞ്ച് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അതിനുശേഷം സേവ് യുവർ ക്ലെയിംസ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. സേവ് യുവർ ക്ലെയിംസ്. ഓക്കെ, എന്നിട്ട് അത് ഓക്കെ ചെയ്തതിന് ശേഷം വീണ്ടും നിങ്ങളുടെ പേരും ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ചാലഞ്ച് ചെയ്തിട്ടുള്ള, ഇപ്പം ഞാൻ 3 ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ചാലഞ്ച് ചെയ്തിട്ടുള്ളത്. ആ 3 ക്വസ്റ്റ്യൻസിൻ്റെയും ക്വസ്റ്റ്യൻ ഐ ഡിയും കറക്റ്റ് ഓപ്ഷൻസ്, അതായത് പ്രൊവിഷണൽ ആൻസർ കീ വന്നിരിക്കുന്ന ഓപ്ഷൻസും പിന്നെ നിങ്ങൾ ചലഞ്ച് ചെയ്ത ഓപ്ഷനും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. നിങ്ങൾ എന്തെങ്കിലും ഒരു റിമാർക്ക് ഇവിടെ ചൂസ് ചെയ്യുക. പിന്നെ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്, അതായത് നിങ്ങളുടെ ആൻസർ കറക്റ്റ് ആണ് എന്നുള്ളതിൻ്റെ ഒരു സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്. ചിലപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും വായിച്ചിട്ടുള്ള ഒരാളായിരിക്കും, നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെയായിരിക്കാം കൊടുത്തിരിക്കുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ആൻസർ ശരിയാണ് എന്ന് കാണിക്കാനുള്ള ഒരു പ്രൂഫാണ് നിങ്ങളിവിടെ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് ആയിട്ട് കൊടുക്കേണ്ടത്. അത് വേണമെങ്കിൽ ഒരു PDF ഫയലായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. അത് നിങ്ങൾ ഏതെങ്കിലും ടെക്സ്റ്റിൽ നിങ്ങൾ വായിച്ചപ്പോൾ നിങ്ങൾക്ക് ടെക്സ്റ്റിൽ വേറൊരു ഉത്തരമാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ആ ഉത്തരം തന്നെയാണ് നിങ്ങൾ അവിടെ എഴുതിയിരിക്കുന്നത്, പക്ഷേ പ്രൊവിഷണൽ ആൻസർ കീയിൽ അത് തെറ്റാണ്. അപ്പോൾ ആ ക്വസ്റ്റ്യനിൽ വന്നിരിക്കുന്ന വേണമെങ്കിൽ അതൊരു PDF ഡോക്യുമെന്റ് ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ ചൂസ് ഫയൽ ചൂസ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് വീണ്ടും എന്ത് ചെയ്യാം, സേവ് യുവർ ക്ലെയിംസ് ക്ലിക്ക് ചെയ്യുക. സേവ് യുവർ ക്ലെയിംസ് ക്ലിക്ക് ചെയ്തതിന് ശേഷം അവിടെ ഒരു പേയ്മെന്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. പേയ്മെന്റ് ഓപ്ഷൻ അമർത്തിയതിനു ശേഷം നിങ്ങൾക്ക് സബ്മിറ്റ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് ഒഫീഷ്യലി ചാലഞ്ചിന് കൊടുത്തു എന്നാണ് അർത്ഥം. ഓക്കെ, ഇപ്പം ഇവിടെ എക്കണോമിക്സിന് ചാലഞ്ച് ചെയ്യാനില്ലാത്തത് കാരണം ഞാനിവിടെ ഒന്നും കൊടുക്കുന്നില്ല. നിങ്ങൾ ചാലഞ്ച് ചെയ്യാൻ നിങ്ങൾക്കുണ്ടെങ്കിൽ, ഏത് ക്വസ്റ്റ്യൻ പേപ്പറാണ് നിങ്ങൾ ചാലഞ്ച് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ റിമാർക്സ് എന്തെങ്കിലും തെറ്റാണെങ്കിൽ തെറ്റാണെന്നുള്ള കാര്യങ്ങൾ റിമാർക്സിൽ കൊടുക്കുക. ഒരു സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് സേവ് യുവർ ക്ലെയിംസ് ആൻഡ് പേ ഫീ. നിങ്ങൾ ഓൺലൈനായിട്ട് ഇതിന് ഫീ പേയ്മെന്റ്, അത് ഓരോ ക്വസ്റ്റിനും 200 രൂപ എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നിങ്ങൾ ചലഞ്ചിന് കൊടുക്കുമ്പം ശ്രദ്ധിച്ചു കൊടുക്കുക, കാര്യം ഇതിന് ഫീ ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് മാത്രം നിങ്ങൾ ചലഞ്ചിന് കൊടുക്കുക. നിങ്ങൾക്ക് തെറ്റാണെന്ന് അത്ര ഉറപ്പുണ്ടെങ്കിൽ മാത്രം, അതായത് പ്രൊവിഷണൽ ആൻസർ കീ കൊടുത്തിരിക്കുന്ന ആൻസേഴ്സ് തെറ്റാണെന്ന് അത്ര ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാവൂ, ചലഞ്ചിന് കൊടുക്കാവൂ. അതേപോലെ തന്നെ ഒരു സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് നിങ്ങൾ അവിടെ കൊടുക്കുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്താൽ മതി, സേവ് യുവർ ക്ലെയിംസ്, എന്നിട്ട് പേ ഫീ എന്ന് പറഞ്ഞ ഓപ്ഷൻ അതിന് ശേഷം വരും. ഫീ പേയ്മെന്റ് നിങ്ങൾ ഓൺലൈനായിട്ട് ചെയ്യുക. എന്നിട്ട് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞെങ്കിൽ ഒഫീഷ്യലി എന്തായി, നിങ്ങൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചാലഞ്ചിന് കൊടുത്തു എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചാലഞ്ച് ചെയ്യേണ്ടത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ വളരെ സൂക്ഷിച്ച് മാത്രം ചാലഞ്ച് ചെയ്യുക, കാര്യം ഇതിനൊരു ഫീ ഉണ്ട്. ഓക്കെ, വെറുതെ കയ്യിൽ നിന്ന് കാശ് കളയേണ്ട ആവശ്യമില്ല. അപ്പം നിങ്ങളിതുപോലെ കേട്ടിട്ടുണ്ടാവും UGC കൊമേഴ്സ്, ഇംഗ്ലീഷ്, സോഷ്യോളജി അതിൻ്റെ എക്സാമിനേഷൻസ് മാറ്റിവെച്ചിരിക്കില്ല, അതിന് റീ എക്സാംസ് നടത്താൻ പോവുകയാണ്. ഈ വരുന്ന സെപ്റ്റംബർ 9 റീ എക്സാംസ് വച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഇംഗ്ലീഷിൻ്റെയും കൊമേഴ്സിൻ്റെയും ആസ്പിരൻസിന് നമ്മൾ പ്രത്യേക ഒരു ക്രാഷ് കോഴ്സ് ഓഗസ്റ്റ് 22 സ്റ്റാർട്ട് ചെയ്യാണ്. കൊമേഴ്സ്, ഇംഗ്ലീഷ്, ജനറൽ പേപ്പർ, ഈ 3 പേപ്പേഴ്സിനും ഒരു സെപ്പറേറ്റ് ക്രാഷ് ബാച്ച് നമ്മൾ ഓഗസ്റ്റ് 22 തൊട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നിങ്ങൾക്ക് എല്ലാ ദിവസവും 3 മണിക്കൂർ ലൈവ് ഉണ്ടാവും. 1.5 മണിക്കൂർ ജനറൽ പേപ്പറും 1.5 മണിക്കൂർ സബ്ജക്ട് പേപ്പറും ആയിരിക്കും നിങ്ങൾക്ക് ലൈവ് വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതുവരെ CCയോടൊപ്പം ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ ഓപ്പർച്യൂണിറ്റി, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് ആൻഡ് കൊമേഴ്സ് സ്റ്റുഡൻസ്
ജനറൽ പേപ്പറും എല്ലാവർക്കും ജനറൽ പേപ്പർ ഉള്ളതാണ് അല്ലേ? അപ്പോൾ എല്ലാവരും നിങ്ങൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്തിട്ട് നമ്മളുടെ സ്പെഷ്യൽ ക്രാഷ് ബാച്ചിലേക്ക് ഓഗസ്റ്റ് 22-ാം തീയതി തുടങ്ങുന്ന സ്പെഷ്യൽ ക്രാഷ് ബാച്ചിലേക്ക് എല്ലാവരും ജോയിൻ ചെയ്യുക. നമ്മളുടെ കൂടെ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന വളരെ എക്സ്പീരിയൻസും സ്കിൽഡും ആയിട്ടുള്ള JRF ഹോൾഡേഴ്സും PhD ഹോൾഡേഴ്സും ആയിട്ടുള്ള ഫാക്കൽറ്റീസും മെൻറ്റേഴ്സുമാണ്. അപ്പോൾ നമ്മളുടെ സഹായത്തോടുകൂടി തന്നെ നിങ്ങൾക്ക് എന്തായാലും ആ JRF എന്ന് പറയുന്ന ഒരു സ്വപ്നം തീർച്ചയായിട്ടും സാക്ഷാത്കരിക്കാൻ സാധിക്കും. അപ്പോൾ ജോയിൻ ചെയ്യാത്തവർ എത്രയും വേഗം നമ്മളുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. സോ ഹിയർ ഇസ് ഹരികൃഷ്ണൻ സൈനിങ് ഓഫ്. CC ഓണം, നല്ലോണം പഠിച്ചോണം.